ലോകമെമ്പാടും ഈ വർഷം പ്രകൃതി ദുരന്തങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടുതീയായും പേമാരിയായും ഉരുൾപൊട്ടലായും ഭൂമി പിളർപ്പായും വെള്ളപ്പൊക്കമായുമൊക്കെ പല രൂപത്തിലും ഭയാനക ഭാവത്തിലും ഈ ഭൂമിയെ തകർത്തുകൊണ്ടിരിക്കുന്നു. ആഗോള താപനമാണെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. മനുഷ്യൻ്റെ ചെയ്തികൾ. ഇനി വരുന്ന തലമുറകൾക്ക് ഈ ദുരന്തമുഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കേണ്ടത്. വരും തലമുറയ്ക്കായി നമ്മൾ ഓരോരുത്തരും പ്രകൃതി സ്നേഹിയാവുക എന്നൊരൊറ്റ പോംവഴിയെ കാണുന്നുള്ളൂ. ONV കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന വിഖ്യാത കവിതയാണ് മനസ്സിൽ തെളിയുന്നത്. എൻ്റെ നാട് ഇനിയും ഒരു ദുരന്തത്തിന് സാക്ഷിയാവാൻ ഇടവരല്ലേ എന്നാണ് പ്രാർത്ഥന. ഈ വർഷത്തെ പ്രകൃതി ദുരന്തത്തിൽ പൊലിഞ്ഞ വിലപ്പെട്ട ജീവനുകളെ സ്മരിച്ചുകൊണ്ട് പ്രളയത്തിനു മുൻപേ യാത്ര ചെയ്ത ഈ വീഡിയോ ഇവിടെ അവതരിപ്പിക്കുന്നു. ഗോവയിലെ മപ്സയിൽ നിന്നും ബസ് കയറി ചപ്പോറയിൽ വന്നിറങ്ങി. അരമണിക്കൂർ കൂടുമ്പോൾ മപ്സ ബസ് സ്റ്റാൻഡിൽ നിന്നും ചപ്പോറയിലേക്ക് ബസ് കിട്ടും. ചപ്പോറ ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു 5 മിനിറ്റ് നടന്നാൽ ചപ്പോറ ഫോർട്ടിന് സമീപം എത്തിച്ചേരാം. ചപ്പോറ ഫോർട്ടിന് സമീപമുള്ള ഒരു കോട്ടേജിലാണ് താമസത്തിന് സൗകര്യം ലഭിച്ചത്. സമീപം എന്ന് പറഞ്ഞാൽ കോട്ടേജിൻ്റെ പൂൾ സൈഡിൽ നിന്ന് നോക്കിയാൽ ചപ്പോറ ഫോർട്ടിൻ്റെ അങ്ങകലെയുള്ള ദൃശ്യം വ്യക്തമാണ്. ദിൽ ചാഹത്തെ ഹി എന്ന ബോളിവുഡ് മൂവിയുടെ പേരിൽ കൂടി അറിയപ്പെടുന്ന ഫോർട്ടാണ് ചപ്പോറ ഫോർട്ട്. കാഴ്ചയിൽ വലിയ കോട്ടയൊന്നുമല്ല, കുറേയേറെ ഭാഗങ്ങൾ തകർന്നു കിടക്കുന്നുണ്ട്. ചപ്പോറ നദിയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന കുന്നിലാണ് ഈ കോട്ട. പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ മനോഹരമായ കടലും കടൽ തീരവും. നിലവിലുണ്ടായിരുന്ന കോട്ട മാറ്റി 1717 ഇപ്പോൾ കാണുന്ന കോട്ട പണിതത്. ഈ കോട്ട എല്ലാ ദിശയിലേക്കും കാഴ്ചകൾ നൽകുന്ന ഒരു സുപ്രധാനമായ ഇടത്താണ്. എല്ലാ വശത്തും കുത്തനെയുള്ള ചരിവുകളുമുണ്ട്. ഈ കോട്ടയ്ക്ക് ക്രമരഹിതമായ ഒരു വൻമതിൽ പ്രകൃതി തന്നെ നിർമ്മിച്ചു നൽകിയിരിക്കുന്നു. പാർക്കിംഗ് ഏരിയയിൽ നിന്നും തുടങ്ങി കയറ്റത്തോടെയാണ് ഈ കോട്ടയിലേക്ക് കയറി പറ്റുന്നത്. ഈ അടുത്ത കാലത്തായി ചപ്പോറ ഫോർട്ടിലേക്ക് മനോഹരമായ സ്റ്റെപ്പുകൾ പണിതിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ ഈ കുന്ന് കയറുക ഒത്തിരി ശ്രമകരമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുകളിലെത്തി താഴേക്ക് നോക്കിയാൽ മനോഹരമായ പനോരമിക് വ്യൂ ലഭിക്കും, പ്രത്യേകിച്ചും വഗേറ്റർ ബീച്ചിലേക്കുള്ള വിദൂര കാഴ്ച. ചപ്പോറ ഫോർട്ടിൻ്റെ പ്രധാന ഗേറ്റ് ഇടുങ്ങിയതും ചെറുതും ആഴമുള്ളതുമാണ്. ഉള്ളിലേക്ക് ഗേറ്റ് കടന്നെത്തിയാൽ വിശാലമായ വിസ്തൃതികൾ നിലകൊള്ളുന്ന അകവശം. ഫോർട്ടിലൂടെ അല്പം പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങിയാൽ കാണുന്നത് വഗേറ്റർ ബീച്ച്. കടലും പുഴയും ഒന്നിക്കുന്ന അതിമനോഹരമായ ദൃശ്യം. ഫോർട്ടിലേക്ക് കയറി വരുന്ന ഭാഗത്തും അകവശത്തുമൊക്കെ ഞാനൊന്ന് പരതി കണ്ണോടിച്ചു. സന്ദർശിച്ച ദിനത്തിൽ നിരവധി സന്ദർശകരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, ഫാമിലീസ്, കപ്പിൾസ്. ഇത്രയും ആളുകൾ ദിനം പ്രതി വന്നു പോയിട്ടും കോട്ടയുടെ ചരിത്രം രേഖപ്പെടുത്തിയ ഒരു ബോർഡ് സമീപത്തൊന്നും എവിടെയും എനിക്ക് കാണാനായില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. ഇത് തികച്ചും ആശ്ചര്യകരം തന്നെ. ഗോവ ഗവൺമെന്റിന്റെ ശ്രദ്ധ ഈ കാര്യത്തിൽ പതിയേണ്ടതുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കോട്ടയിൽ നിന്നും കടൽ തീരത്തേക്കുള്ള പ്രകൃതിദത്ത താഴ്വരയിലെ പാറക്കെട്ടുകളിലേക്ക് ഞാൻ ഇറങ്ങി. നിരവധി ആളുകൾ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു.
ഇറങ്ങാൻ തീരുമാനിക്കുമ്പോൾ ഒരു കൃത്യമായ വഴികളൊന്നുമില്ലാത്തതിനാൽ കുറച്ച് ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ്. ഇടയ്ക്ക് 1-2 പേർ ആ വഴിയിൽ തെന്നി വീഴാനിട വന്നു. ആ കാരണം കൊണ്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. വലിയ പരിക്കുകളൊന്നും ഏൽക്കില്ലെങ്കിലും ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ്. അവിടെ ഉണ്ടായിരുന്ന വലിയ പാറക്കൂട്ടങ്ങളിൽ അല്പനേരം ഇരുന്നു. കടലിൻ്റെ മനോഹര ദൃശ്യം. ഇതിനിടയിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നും വന്ന കുറച്ചു പേർ ബ്ലൂടൂത്തിൽ ഉയർന്ന ഉച്ചത്തിലുള്ള ബോളിവുഡ് സോങ്ങിനനുസൃതമായി ചുവടുകൾ വെക്കുന്ന കാഴ്ച വളരെ കൗതുകകരമായിരുന്നു. കുറച്ചു നേരം ആ ഡാൻസ് ആസ്വദിച്ചു. വൈകുന്നേരങ്ങൾ സന്ദർശിക്കുമ്പോഴാണ് ഈ സ്ഥലത്തിൻ്റെ മനോഹാരിത ശരിക്കും നുകരാനാകുക. കാർമേഘങ്ങൾ സൂര്യനെ മറച്ചു പിടിച്ചതിനാൽ സൺസെറ്റിൻ്റെ ഭംഗി ക്യാമറയിൽ പകർത്താനായില്ല. ചപ്പോറ ഫോർട്ടിൽ നിന്നും സൂര്യാസ്തമയത്തിൻ്റെ കാഴ്ച വളരെ ആസ്വാദ്യകരമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇരുട്ട് കോട്ടയെ വിഴുങ്ങുന്നതിന് മുമ്പ് ചപ്പോറ ഫോർട്ടിൽ നിന്നും താഴേക്കിറങ്ങി. ചപ്പോറ ഫോർട്ടിൻ്റെ മുൻവശത്തു നിന്നും സൂക്ഷിച്ചു നോക്കിയാൽ ഞാൻ താമസിക്കുന്ന കോട്ടേജിൻ്റെ മുകൾ ഭാഗം ചെറുതായി കാണാം. റൂമിൽ തിരികെ എത്തി ഫ്രഷായി രാത്രി ഭക്ഷണം കഴിക്കാനായി പുറത്തേക്കിറങ്ങി. റോഡിലൂടെ കുറച്ചു ദൂരം കിഴക്ക് ഭാഗത്തേക്ക് നടന്നു. ഒരുപാട് കെട്ടിടങ്ങളും ഹോട്ടലുകളും ബാറുകളൊക്കെ നിറഞ്ഞ് ജനനിബിഡമായ ഒരു ചെറു സിറ്റി. അതേസമയം ചപ്പോറ ഫോർട്ടിന് സമീപത്ത് നിൽക്കുമ്പോൾ ആൾത്തിരക്കില്ലാത്ത ഒരു ഗ്രാമത്തെ ഓർമ്മപ്പെടുത്തും. ഭക്ഷണത്തിന് ശേഷം പതുക്കെ ബീച്ച് ലക്ഷ്യമാക്കി നടന്നു. താമസ സ്ഥലത്ത് നിന്നും വളഞ്ഞു തിരിഞ്ഞു താഴേക്കിറങ്ങി വേണം വഗേറ്റർ ബീച്ചിൽ എത്തിച്ചേരാൻ. രാത്രി വഗേറ്റർ ബീച്ചും പരിസരവും സജീവമായിരുന്നു. ഷാക്കുകളിൽ നിന്നുയരുന്ന ഉച്ചത്തിലുള്ള പാട്ടുകളും നൃത്തം വയ്ക്കുന്ന വിദേശികളുമൊക്കെ മറ്റു ഗോവൻ ബീച്ചിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. നാളെ പകൽ സമയം ഇവിടെ സന്ദർശിക്കാനുണ്ട്. അപ്പോൾ മറ്റൊരു ആംഗിളിലായിരിക്കും ഈ വഗേറ്റർ ബീച്ച് ദൃശ്യമാവുക. രാവിലെ എഴുന്നേറ്റു. താമസ സ്ഥലത്തെ കോട്ടേജിന് സ്വിമ്മിംഗ് പൂളിന് സമീപം കുറച്ചു നേരം ചെലവഴിച്ചു. ശേഷം വഗേറ്റർ ബീച്ച്. ചപ്പോറ ഫോർട്ടിന് താഴെയാണ് വഗേറ്റർ ബീച്ച്. എന്നാൽ വഗേറ്റർ ബീച്ചിൽ എത്തിച്ചേരണമെങ്കിൽ വേറെ വഴികളിലൂടെ താഴേക്കിറങ്ങി എത്തിച്ചേരണം. ഇന്നലെ രാത്രിയിൽ കണ്ട വഗേറ്റർ ബീച്ച് അല്ല, ഇതിന് പകൽ സമയത്ത് പുതിയൊരു മുഖമാണ്. മനോഹരമായ ഒരു ചെറിയ ബീച്ച്, തികച്ചും ശാന്തമായ പ്രഭാതാന്തരീക്ഷം. മറ്റു ഗോവൻ ബീച്ചുകളെ പോലെ വിദേശികളുടെ ഒരു തിരക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞില്ല. വഗേറ്റർ ബീച്ചിൽ നിന്നും എതിർവശത്തേക്ക് കണ്ണോടിച്ചാൽ അതിമനോഹരമായ ഒരു കുന്ന് കാണാം. തീരപ്രദേശമാണെങ്കിൽ പഞ്ചാര മണൽത്തരികളാൽ മുഖരിതം. വലിയ ചുവന്നതും കറുത്തതും വെളുത്തതുമായ പാറക്കൂട്ടങ്ങൾ. ഈ ബീച്ചിനെ നോർത്ത് വഗേറ്റർ ബീച്ച്, അതായത് ബിഗ് വഗേറ്റർ, സൗത്ത് സൈഡ് ഒസ്ട്രാം ബീച്ച്, അതായത് ലിറ്റിൽ വഗേറ്റർ ബീച്ച് എന്ന് രണ്ടായി സാധാരണ പറയാറുണ്ട്. പാറകൾക്കിടയിലൂടെ കടലിലേക്ക് മുങ്ങിത്താഴുന്ന സൂര്യനെ കാണാൻ നിരവധി ആളുകൾ ഇവിടെ സന്ദർശിക്കാറുണ്ട്. കാഴ്ചയിൽ ചെറിയ ബീച്ചെങ്കിലും നിരവധി ഷാക്കുകൾ ഇവിടെയുണ്ട്. വൈകുന്നേരങ്ങളും രാത്രികളും ഇവിടെ സജീവമാണെന്നതിൻ്റെ സൂചന പ്രകൃതി തന്നെ കൊത്തിയെടുത്ത വിവിധ രൂപങ്ങളോട് കൂടിയ പാറക്കൂട്ടങ്ങൾ. പാറകൾക്കരികിൽ നിന്നും നിരവധി സെൽഫികൾ പകർത്തി. പ്രഭാതമായതു കാരണമാവാം പാറകളുടെ സാമീപ്യം നല്ല തണുപ്പ് അനുഭവപ്പെട്ടു. വഗേറ്റർ ബീച്ചിൽ നിന്നും മടങ്ങുന്നതിന് മുമ്പ് അവിടെ നിന്നും ഒരു ഇളനീർ അകത്താക്കി ശേഷം താമസ സ്ഥലത്തേക്ക് മടങ്ങി. റൂം ചെക്ക്ഔട്ട് ചെയ്ത് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. 5 മിനിറ്റിനുള്ളിൽ മബ്സയിലേക്കുള്ള ബസ് വന്നു. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ യാത്രകൾ നീണ്ടുപോവുകയാണ്. അധികം വൈകാതെ തന്നെ യാത്ര ചെയ്യാനാവുമെന്ന പ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം പ്രസൂൺ ബാനർജി.